മണ്ണ് തെറിക്കാണ്ടിരിക്കാനായി ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന നല്ലൊരു ഷേപ്പുള്ള കല്ല് പെറുക്കിയെടുത്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ ആദ്യം ഇതിൽ ഞാനിങ്ങനെ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ എന്ത് കളർ അടിച്ചാലും നല്ല വൃത്തിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് കളർ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഒരു ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് മുകളിൽ ഇതേപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കല്ലിൻ്റെ ഷേപ്പും ഈ കളറൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാനൊരു സ്ട്രോബെറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് നല്ല റെഡ് കളർ വെച്ചിട്ട് ഇതേപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ആദ്യം ആ ഗ്രീൻ്റെ ബോർഡറൊക്കെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ പെയിൻറ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഈ ഗ്രീൻ്റെ മുകളിലൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നല്ലൊരു റിയൽ എഫക്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഓരോ പെയിൻറ്റും ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത പെയിൻറ് അടിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ആകെ മിക്സ് ആയി പോവും. ഇത് ശരിയാവൂലേ എന്നൊക്കെ പേടിച്ചിരുന്ന എനിക്ക് ഏകദേശം ഇത്രയും ഭാഗം എത്തിയപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടോ. സംഭവം എന്തായാലും നല്ലപോലെ വരുന്നുണ്ട്. അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റും, ഒന്നും അറിയാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഈ ഒരു ഷേപ്പിലുള്ള കല്ലാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സ്ട്രോബെറി. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ചെറിയ ചെറിയ വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു പാറ്റേണിൽ ഇട്ട് കൊടുത്താൽ നല്ല വൃത്തിയായിരിക്കും. ഈ വൈറ്റ് ഡോട്ടിന് മുകളിലായിട്ട് ഇതേപോലെ ഒരു ബ്ലാക്ക് ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇത്ര ഭംഗിയാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പ്രതീക്ഷിച്ചതിനേക്കാളും എന്തായാലും നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി പെയിന്റിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കാണാൻ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഏകദേശം ഈ ഒരു ഷേപ്പിലുള്ള ഒരു കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. സ്ട്രോബെറി കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും കാണാനെങ്കിലും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്